ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ ലോഞ്ചിൻ്റെ കുറച്ച് കാലം മുന്നേ ആയിട്ട് നമ്മുടെ പഞ്ച് ഫേസ് ലിഫ്റ്റ് വീണ്ടും ലീക്കായിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ മെയിനായിട്ട് ഇൻറ്റീരിയറാണ് കാണിക്കാൻ പോകുന്നത്. കാരണം എക്സ്റ്റീരിയർ ഇപ്പോൾ നിങ്ങൾ ഏകദേശം എല്ലാം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഇതിൻ്റെ പുതിയ മോഡലിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നമ്മളങ്ങനെ സ്പൈ ചെയ്യപ്പെടുന്നതും വളരെ കുറവാണ്. ബാക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ലീക്സിൽ കാണാറുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ബാക്കിൻ്റെ ഒരു പ്രിവ്യൂ പോലെ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് എന്തായാലും ഇത്രയും കാലമായിട്ട് ഇപ്പോൾ 2021 പഞ്ച് ഇറങ്ങിയത്. പക്ഷേ ഈ 4 വർഷത്തിനിടയിൽ ഈ വണ്ടിയുടെ ബാക്ക് അവർ ഇതുവരെ മാറ്റിയിട്ടില്ല. വിയിലാണെങ്കിലും ഫ്രണ്ട് അത്യാവശ്യം നന്നായിട്ട് മാറ്റിയായിരുന്നു, ഇൻറ്റീരിയറും അത്യാവശ്യം നന്നായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ റിയർ അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഫേസ് ലിഫ്റ്റിൽ അവർ റിയർ പ്രൊഫൈൽ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഇമേജിലാണെങ്കിലും നമുക്ക് കാണാം അവർ ബാക്കിലത്തെ ടൈലൈറ്റ്സ് നോർമൽ വരുന്നതിന് പകരം സാധാരണ ഒരു ലൈറ്റ് ബാക്കിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സും അതുപോലെ ലൈറ്റ്സിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈനിലുള്ള ഒരു വ്യത്യാസം ഇതിൻ്റെ അകത്ത് എന്തായാലും കാണാൻ പറ്റും. പിന്നെ അലോയ്സിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പഴയ അലോയ് സെറ്റാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏതായാലും വേറെ ചില വണ്ടികൾ പുതിയ അലോയ് സെറ്റും ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അതല്ലാതെ സൈഡ് പ്രൊഫൈൽ അങ്ങനെ വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് എക്സിസ്റ്റിംഗ് വണ്ടി പോലൊക്കെ തന്നെയാണ് കാണുമ്പോൾ തോന്നുന്നത്. ഈ പെർട്ടിക്കുലർ വണ്ടിയിൽ 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു ബമ്പും കാണുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. സത്യം പറഞ്ഞത് വരേണ്ടതാണ്. കാരണം നമുക്കിപ്പോൾ എലക്ട്രോസ് ഫേസ് ലിഫ്റ്റിലും അതുപോലെ നോർമൽ പഞ്ച് EV അതുപോലെ ഈ പ്രൈസ് പോയിന്റിൽ ഇപ്പോൾ സിട്രോയിൻ്റെ C3 വരെ ഓപ്ഷണലായിട്ട് കിട്ടി തുടങ്ങി. പിന്നെ ഫ്രണ്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാലം ഈ അടുത്ത് വരുന്ന ടെസ്റ്റിംഗ് ഇമേജസിലൊന്നും ഇതിൻ്റെ ഫ്രണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല. കണ്ടാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളതായിട്ട് അങ്ങനെ തോന്നുന്നുമില്ല. സോ ഏകദേശം പഴയ മോഡലിൻ്റെ തന്നെ ഫ്രണ്ട് ഒരു ഇത്തിരി എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് വെച്ചായിരിക്കും വരുത്താൻ പോകുന്നത്. മിക്കവാറും ബമ്പറിൻ്റെ ഡിസൈനിലും അതുപോലെ ഗ്രില്ലിൻ്റെ ഡിസൈനിലും എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതല്ലാതെ EVയുടെ ഫേസ് ഈ വണ്ടിക്ക് വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് ഇലക്ട്രിക് പഞ്ചിൻ്റെ ആ ഒരു ഡിസൈൻ അതിന് തന്നെ എക്സ്ക്ലൂസീവായിട്ട് വെക്കാനാണ് താല്പര്യമെന്ന്. അല്ലെങ്കിൽ പിന്നെ അത് സെയിം അങ്ങെടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. കാരണം പഞ്ച് EV കാണാൻ അത്യാവശ്യം രസമാണ്. ഇതിപ്പം വലിയ വ്യത്യാസം കാണാനില്ല ഒറ്റയടിക്ക് നോക്കുമ്പോൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരാം. പൊതുവേ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ വ്യത്യാസം വരേണ്ടത് ഇൻറ്റീരിയറിൽ തന്നെയാണ്. കാരണം എക്സിസ്റ്റിംഗ് പഞ്ചിൻ്റെ പെട്രോൾ എന്ന് പറഞ്ഞാൽ അത് ഡീസൻ്റ്ലി എക്യുപ്ഡ് ആണ്. ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഒരിത്തിരി കുറവാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ പഞ്ച് EVയിൽ നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. ഏകദേശം പഞ്ച് EVയുടെ ആ സെയിം ലേഔട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് അവർ എടുത്തിരിക്കുന്നത്. നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ഇപ്പോൾ വരുന്ന പഞ്ചിൻ്റെ അപ്ഡേറ്റഡ് മോഡലിൽ കിട്ടുന്നുണ്ട്. ഫേസ് ലിഫ്റ്റ് ഒന്നും അല്ല, അവർ കഴിഞ്ഞ വർഷം ചെറിയൊരു അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഈ വർഷം സ്റ്റാർട്ടിങ്ങിലും ചെറിയൊരു അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോഴാണ് ഈ പുതിയ ഇൻഫർടൈൻമെൻ്റ് ഒക്കെ വന്ന്. പക്ഷേ ഇൻസ്റ്റോൺ ലിസ്റ്റ് ഒന്നും മാറിയിട്ടില്ലായിരുന്നു. നമുക്ക് എന്തായാലും ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ സ്റ്റിയറിംഗ് വീലും അതുപോലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ഇൻസ്റ്റോൺ ലിസ്റ്റമൊക്കെ മാറുന്നതായിട്ട് പറയും. സ്റ്റിയറിംഗ് വീൽ അവർ പഴയ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും, അതായത് നമ്മുടെ 3 സ്പോക്ക് വീല്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം എലക്ട്രോസ് ഫേസ് ലിഫ്റ്റിലൊക്കെ കണ്ട ആ ഒരു സെയിം നമ്മുടെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു നമ്മുടെ ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോയും പിന്നെ സോഫ്റ്റ് ടച്ച് ബട്ടൺസും സാധനങ്ങളൊക്കെ ഉള്ളത്. എനിക്ക് പേഴ്സണലി മറ്റതാണ് കുറച്ചും കൂടെ യൂസബിലിറ്റിയുടെ കാര്യത്തിൽ ഇഷ്ടം. പക്ഷേ കുറച്ചും കൂടെ പ്രീമിയം ലുക്ക് വരുന്നത് ഈ സ്റ്റിയറിംഗ് വീലിന് തന്നെയാണ്. അതുകൊണ്ട് കാണാൻ അല്ലെങ്കിൽ ലുക്ക് വൈസ് ആൾക്കാർ ഇതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പം EV അല്ല പെട്രോൾ തന്നെയാണ് എന്ന് പറയാൻ നിങ്ങളെ ഗിയർ ലിവർ നോക്കിയാൽ മതി. നമുക്ക് ഇതിൻ്റെ അകത്ത് നോർമൽ ട്രാൻസ്മിഷനാണ് കിട്ടുന്നത്. EV ആണെങ്കിൽ അതിൻ്റെ അകത്ത് റോട്ടറി നോബായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നേർഡിൽ ഫിനിഷുള്ള നോബായിരുന്നു കിട്ടുന്നത്. ഇതിനകത്ത് പക്ഷേ അങ്ങനെയല്ല. അതുകൊണ്ട് ഈ ട്വിൻ കളർ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ടെങ്കിലും ഇത് EV അല്ല, നോർമൽ പഞ്ച് തന്നെയാണ് പെട്രോൾ. പിന്നെ പഞ്ച് EV പോലെ ഇതിനകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഒന്നും കാണാനില്ല, സാധാരണ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ്. ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ ഏതായാലും നമ്മുടെ സാധാരണ പഞ്ച് EV പോലൊക്കെ തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. അവിടെയും വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം കൊടുക്കായിരുന്നു. അവർ എലക്ട്രോസ് ഫേസ് ലിഫ്റ്റിൽ അത്യാവശ്യം കുറച്ച് മിനുക്ക് പണികൾ ചെയ്ത് അതൊന്ന് ലുക്കാക്കിയതാണ്. അതുപോലെ എന്തെങ്കിലും ചെയ്താൽ മതി, ഒരുപാട് ഭയങ്കരമായിട്ടൊന്നും ചെയ്യണമെന്നില്ല. പക്ഷേ എന്തായാലും ഇപ്പം നിലവിൽ ഒന്നും കാണാനില്ല. ഏതായാലും ഈ വണ്ടിയുടെ ലോഞ്ച് അധികം വൈകാതെ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മാക്സിമം 2 മാസത്തിനുള്ളിൽ തന്നെ ഈ വണ്ടി ഇറങ്ങും എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എന്നാണ്. പക്ഷേ ഒഫീഷ്യലി ടാറ്റയുടെ ഭാഗത്തുനിന്ന് ഡേറ്റ് ഒന്നും വരാത്തതുകൊണ്ടാണ് നമ്മളത് കൺഫേം ചെയ്ത് എന്തായാലും ഇറങ്ങും എന്ന് പറയാത്തത്. ബട്ട് സ്റ്റിൽ ഇനിയിപ്പം അധികം ദൂരെയല്ല ഈ വാഹനത്തിൻ്റെ ലോഞ്ച്. പിന്നെ ഇതിനിപ്പോൾ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് എങ്കിൽ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം വന്നു തുടങ്ങിയായിരുന്നു. പഞ്ച് കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിരുന്നു. പക്ഷേ ഈ വർഷം സ്റ്റാർട്ടിങ് ആയപ്പോഴേക്കും സെയിൽസ് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വീഴാൻ തുടങ്ങി. നെക്സോണിൻ്റെ സെയിൽ പണ്ട് 2024 10,000 12,000 ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 24 ആയപ്പോഴേക്കും 12,000 to 14,000 ഇടയിലോട്ട് നെക്സോണിൻ്റെ സെയിൽ കയറി. പഞ്ചിൻ്റെ സെയിൽ 18,000 to 19,000 ഇടയിൽ വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 10,000 to 12,000 ഇടയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ സെയിൽ വീണ സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഈ വാഹനത്തിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഇനിയിപ്പോൾ അവർ ഇറക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലൊരു ഡിസിഷൻ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അധികം വൈകാതെ തന്നെ ഇത് വരികയും ചെയ്യും. ഏതായാലും നിങ്ങൾ ഈ വണ്ടിയിൽ മെക്കാനിക്കൽ ചേഞ്ചസ് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇതിനകത്ത് മെക്കാനിക്കലി വരാൻ പോകുന്നില്ല. നമുക്ക് സെയിം 1.2 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് കിട്ടുന്നത്. 86 PS പവറും 114 ന്യൂട്ടൺ മീറ്റേഴ്സിനടുത്ത് ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല. നോർമൽ യൂസിന് ഇത്ര ആൾക്കാർ ഈ വണ്ടി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനേ അല്ലത്. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്.
ആണ്. പിന്നെ ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഒക്കെ വെച്ച് വരുന്ന CNG ആയതുകൊണ്ട് നമുക്ക് CNG ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കിട്ടും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതൊന്നും അല്ലാണ്ട് ഈ വണ്ടി ഇറങ്ങിയപ്പോൾ തൊട്ട് വരാൻ തുടങ്ങിയ റൂമറാണ് പഞ്ചിൻ്റെ ടർബോ വരുന്നു, പഞ്ച് ഡീസൽ വരുന്നു എന്നൊക്കെ ഉള്ളത്. ഡീസൽ വരുന്നു പിന്നെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു കേൾക്കുന്നത്. പക്ഷേ പഞ്ചിന് ടർബോ പെട്രോൾ വരും എന്നുള്ളത് ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഏതായാലും അതും സംഭവിച്ചിട്ടില്ല. ഫേസ് ലിഫ്റ്റിലും അതങ്ങനെ വരുന്നതിനെ പറ്റി ആരും പറയുന്നുമില്ല. മിക്കവാറും ടാറ്റ അൾട്രോസിൽ ടർബോ ഇറക്കിയിട്ട് അധികം ഇതാവാത്തതുകൊണ്ടായിരിക്കും, സെയിൽസ് കിട്ടാത്തതുകൊണ്ടായിരിക്കും അവർ ആദ്യം ടർബോ ഇറക്കി, അത് ഫ്ലോപ്പായി. അത് കഴിഞ്ഞ് റേസർ ഇറക്കി, അതും ഫ്ലോപ്പായി. അത് കഴിഞ്ഞപ്പോൾ ഫേസ് ലിഫ്റ്റ് ഇറക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ടർബോയെ കൊടുത്തില്ല. ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പം ഫേസ് ലിഫ്റ്റിൻ്റെ റേസർ വരുമായിരിക്കും. പക്ഷെ അതും ഉറപ്പൊന്നുമില്ല. കാരണം അവർ ആദ്യം ഇറക്കിയ റേസർ അത്ര ഹിറ്റ് ആവാത്തതുകൊണ്ട് ഇനിയും ടർബോ പെട്രോൾ വെച്ച് വെറുതെ ഇറക്കണോ എന്നുള്ളൊരു ഡിസിഷനിലായിരിക്കും ചിലപ്പോൾ ടാറ്റ. അതുകൊണ്ടാണ് പഞ്ചിനും ഇത്രയും കാലമായിട്ട് ടർബോ പെട്രോൾ കിട്ടാത്തത്. അൾട്രോസിന് ടർബോയ്ക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനും ടർബോ വന്നേനെ. ഇനിയിപ്പോൾ എന്തായാലും ഡീസലാണ് വേറൊരു ഓപ്ഷൻ ഉള്ളത്. ഡീസൽ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും വാങ്ങിയേനെ. പക്ഷേ സ്റ്റിൽ മാർക്കറ്റ് കുറവായതുകൊണ്ടായിരിക്കും അവരതും കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാത്തത്. ഏതായാലും ഗൈസ്, ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് കൂടെ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.